തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ കേസിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്, സിംഗിൾ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം, ഇടക്കാല സ്റ്റേ വേണം എന്നുള്ളതായിരുന്നില്ല ആവശ്യം. പക്ഷെ ആവശ്യം അംഗീകരിക്കത്രത്തോളം കാലം ഇനി ഇഡിക്ക് തുടരന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ആ തുടരന്വേഷണം എന്ന് പറയുന്ന ഒരു ആദ്യത്തെ പ്രാഥമിക നടപടിയാണ് ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിലെല്ലാം. ഇപ്പൊ വീണ വിജയൻ താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാടക വീട്ടിലും, അതുപോലെ അവരുടെ കണ്ണൂരിലെ വീട്ടിലും, പിന്നെ ഭർത്താവ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും, പിന്നെ കരിമണൽ കർത്തയായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിലെ വീടുകളിൽ എന്ന് വേണ്ട അങ്ങനെ മൊത്തം 12 സ്ഥലങ്ങളിൽ എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരിലെ ഓഫീസിലടക്കം. അപ്പൊ ആദ്യഘട്ടം ഇഡി നടത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി സ്റ്റേ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ റെയ്ഡിലൂടെ കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം മുമ്പോട്ട് പോകണം. അതായത് വീണ വിജയനെ സമൻസ് അയച്ച് വിളിച്ചു വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യണം. അവരുടെ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ, അവരുടെ ബാങ്കിലെ ലോക്കറില് എന്തെല്ലാം സാധനങ്ങളുണ്ട്, അതുപോലെ കരിമണൽ ശശിധരൻ കർത്തായുടെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും അവിടുത്തെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും എല്ലാം മൊഴികളും, അതുപോലെ തന്നെ അവർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ വെച്ച് അവരെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇഡിയുടെ അടുത്ത ഘട്ടമായിട്ട് സ്വത്ത് കണ്ടുകെട്ടലുകള്, അതുപോലെ തന്നെ അറസ്റ്റ്, ഇങ്ങനെ പലതും നടക്കാറുണ്ട്. പക്ഷെ ഈ കേസിൽ എങ്ങനെയായിരിക്കും അത് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇഡിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പച്ചവീട് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കമ്പനിക്ക് ആവട്ടെ വിശദമായ വാദം കേട്ടിട്ട് അന്തിമ തീരുമാനം എടുക്കാം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസിൽ വാദം നടത്തി ഒരുപക്ഷെ അനുകൂല വിധി കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇനി പൂർണ്ണവാദം കേട്ട് അതിൽ ഉത്തരവ് വരുന്നവരെ ഇഡിക്ക് മുന്നോട്ട് പോകാൻ തടസ്സമില്ല. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ഇഡിക്ക് മുന്നോട്ട് പോകാം, അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. മാത്രമല്ല ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. 2 കൊല്ലം ആയ കേസല്ലേ, അതിൽ ഇനിയെങ്കിലും അന്വേഷണം നടക്കണ്ടേ എന്ന ചോദ്യത്തിന് ഒത്തിരി മാനങ്ങളുണ്ട്. ആ ചോദ്യം ഒരു വെറും ചോദ്യമല്ല, അതിൽ ഒരുപാട് മാനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിനനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് പ്രഥമ ദൃഷ്ട്യ SFIO അന്വേഷണത്തിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. അപ്പൊ ആ അന്വേഷണം ഇനിയെങ്കിലും മുന്നോട്ട് പോകട്ടെ. പ്രഥമ ദൃഷ്ട്യ വീണയ്ക്കെതിരെ ഒരു കേസിന് സാധ്യതയുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ചും പരിഗണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ്, അതായത് അന്വേഷിക്കാനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരടക്കം ആക്രമിക്കുന്ന സംഭവം. അത് ഉറപ്പായും ഈ കേസിന് ഒരു തിരിച്ചടിയാകുമെന്ന് നിലവിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മുൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. അത്തരത്തിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത്? ഇതാണ് ഏറ്റവും, അതായത് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്, അതായത് ഇഡി ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് അന്വേഷണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയത്. അതായത് 2 വർഷമായിട്ട് മരവിച്ച് കിടന്നൊരു കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ പറയുന്നു. ഉത്തരവ് വന്നതിന്റെ പിറ്റേ ദിവസം ഇഡി ഈ പറഞ്ഞ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. ശ്രീ പിണറായി വിജയനോടൊപ്പം വീണ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടായത്. ബാക്കി ഒരിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചെയ്യുന്നത്, ഇത് പിണറായി വിജയൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, എന്നോടൊരു ചോദ്യം ചോദിച്ചില്ല, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, അവരെന്നെ ബുദ്ധിമുട്ടിച്ചതേ ഇല്ല, എന്നോടൊന്നും ചോദിച്ചില്ല, വീണ വിജയനോടാണ് ചോദിച്ചത്, വീണയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസ് ആർക്കെതിരെയാണ്? ശ്രീ പിണറായി വിജയന് എതിരെയുള്ള കേസല്ല ഇത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും ശ്രീ ശശിധരൻ കർത്തയുടെ CMRL-ഉമായിട്ടുള്ള ഒരു ഇടപാടാണ്. അതിനകത്ത് പൊതുമേഖലാ പങ്കാളിത്തമുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ആ കേസിൽ എന്തിനാണ് CPM ഇത്ര സംഘടിതമായിട്ട് ആ വീട്ടിൽ നടന്ന, വീണ വിജയൻ എവിടെ താമസിക്കുന്നു അവിടെയാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇതിനകത്ത് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് 2 വ്യക്തികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണെങ്കിൽ ഇതൊരു പാർട്ടി പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് ശ്രീ പിണറായി വിജയനെതിരെയുള്ള ഒരു പ്രതികാരമാണെന്ന് വ്യാഖ്യാനിച്ച് എന്തിനാണ് അവരെ തടസ്സപ്പെടുത്താനും പൊതുമുതൽ നശിപ്പിക്കാനും ഇഡി ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാനും ശ്രമിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരവില്ല. മാത്രമല്ല, നമ്മുടെ മുമ്പിലും വേറൊരു ഉദാഹരണം നിലവിലുണ്ട്. കോടിയേരി ബാലകൃഷ്ണനെതിരെ മകനെതിരെ അന്വേഷണം വന്ന സമയത്ത് ഈ സമീപനം അല്ലല്ലോ പാർട്ടി സ്വീകരിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ പോലും സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? അത് എന്റെ മകനെതിരെയുള്ള ഒരു കേസാണ്, പാർട്ടിക്ക് ഇതിനകത്തൊരു കൈയും ഒന്നുമില്ല, പാർട്ടി ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, അവന്റെ കാര്യം അവൻ നോക്കിക്കൊള്ളണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാടാണ് കോടിയേരി. എന്തുകൊണ്ട് പിണറായി വിജയനും അതേ നിലപാടെടുത്തൂടെ? എന്റെ മകള് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, അവള് വേറൊരു വ്യക്തിത്വമാണ്,
അവൾ വേറൊരു കമ്പനിയായിട്ട് കരാർ ഏർപ്പെട്ടിരിക്കുന്നു. അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും ക്രമക്കേടുകളുണ്ടെങ്കിൽ അതന്വേഷിച്ച് പിടിച്ചോട്ടെ, അതിന്റെ നിയമപരമായിട്ട് അതിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കോട്ടെ എന്നൊരു നിലപാടെടുത്തെങ്കിൽ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഭാരം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ മേലെ ഈ പഴിയും വരില്ല. ഇപ്പൊ ഒരുപാട് പാർട്ടി പ്രവർത്തകർ അറസ്റ്റിലാവുന്നു, റിമാൻഡിലാവുന്നു, ജാമ്യം പോലും കിട്ടാനുള്ള സാധ്യത ഇല്ലാതാവുന്നു, വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനും കേസെടുക്കുന്നു. അപ്പൊ വലിയ എങ്ങനെ ഊരിപ്പോകും എന്നുള്ളത് പാർട്ടിക്കും അറിയില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഡിവിഷൻ ബെഞ്ചിലായിരുന്ന ഒരു പ്രതീക്ഷ അന്വേഷണത്തിന് ഒരു ഇടക്കാല സ്റ്റേ കിട്ടും. ആ സ്റ്റേ കൂടി ഇല്ലാതെ വരുന്നതോടുകൂടി ED ഇനി ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക, അറസ്റ്റ് വാറന്റ് ഉണ്ടാകുമോ, സമൻസ് ഉണ്ടാകുമോ, സ്വത്ത് കെട്ടുകെട്ടൽ ഉണ്ടാകുമോ, ഇനി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇടിക്ക് പോകാൻ കഴിയും. ഈ കുരുക്കുകൾ കൂടുതലും മുറുകുമോ അതോ ഇവിടം കൊണ്ടൊക്കെ നിൽക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.